നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഹിമാലയ പർവ്വതനിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ഒരു പ്രാവശ്യം നമ്മൾ ആ മലകളിൽ ചെന്ന് പെട്ടാൽ വെറുതെ ആ മലനിരകൾ നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് മൂന്നാമത്തെ തവണയാണ് ഹിമാലയത്തിൽ, തുടർച്ചയായ രണ്ടാമത്തെ കൊല്ലം. ഇപ്രാവശ്യം നമ്മുടെ യാത്ര രുദ്രനാലിക്കാണ്. പഞ്ചകേദാര യാത്രയിലെ ഏറ്റവും കഠിനമായ യാത്ര എന്നറിയപ്പെടുന്ന രുദ്രനാലിക്ക്. അപ്പോൾ രുദ്രനാലിക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് അവിടുത്തെ ഐതിഹ്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പഞ്ചകേദാര യാത്ര ഹിമാലയ പർവ്വതനിരകളിലെ പ്രശസ്തമായ ഒരു തീർത്ഥയാത്രയാണ് പഞ്ചകേദാര യാത്ര. 5 ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ സന്ദർശിക്കേണ്ടത്. അത് കേദാർനാഥ്, തുംഗനാഥ്, രുദ്രനാഥ്, മദ്മകേശ്വർ, പിന്നെ കൽപേശ്വർ. അങ്ങനെ 5 ക്ഷേത്രങ്ങൾ. ഈ 5 ക്ഷേത്രങ്ങളിലും ശിവനാണ് പ്രതിഷ്ഠ. മഹാദേവൻ്റെ 5 ശരീരഭാഗങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ പഞ്ചപാണ്ഡവന്മാർ തങ്ങൾ നടത്തിയ പാപങ്ങളിൽ നിന്നും മോചനം നേടി ശിവനെ കാണാൻ ചെന്നു. അപ്പോൾ ശിവൻ അവരെ കാണാൻ ആഗ്രഹിക്കാതെ ഒരു കാളുടെ രൂപത്തിൽ മറയാൻ ശ്രമിച്ചു അത്ര. അത് കണ്ട ഭീമൻ ആ കാളുടെ മുതുകിൽ പിടികൂടിയപ്പോൾ ശിവഭഗവാൻ 5 ഭാഗങ്ങളായിട്ട് ഈ 5 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെയാണ് ഐതിഹ്യം. കേദാർനാഥിൽ കാളയുടെ മുതുകിലെ പൂനെയാണ് പ്രതിഷ്ഠ. തുംഗനാഥിൽ കാലുകളാണ്. രുദ്രനാഥിൽ മുഖമുണ്ട്. മദ്മകേശ്വറിൽ വയറ്. കൽപേശ്വറിൽ തലയും മുടിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചകേദാര യാത്രയിലെ ഏറ്റവും കഠിനമായ യാത്ര രുദ്രനാഥിലേക്കാണെന്ന്. ടോട്ടൽ നമ്മളൊരു 40 കിലോമീറ്ററോളം നടക്കണം രുദ്രനാഥ് പോയിട്ട് ദർശനം നടത്തി തിരിച്ചു വരാം. നമ്മുടെ മനസ്സിൽ വളരെ കാലമായിട്ട് കൂടിയൊരു ആഗ്രഹമാണ് രുദ്രനാഥ് യാത്ര. കഠിനമായ യാത്ര ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ രുദ്രനാഥ് മാത്രം പോയിട്ട് വരാനാണ് തീരുമാനം. നമ്മളങ്ങനെ വൈകുന്നേരം 5 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമ്പോൾ മഴ ചാറുണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിക്കാണ് പോകുന്നത്. 3 പേരുണ്ട് യാത്രയിൽ. സാധാരണ എൻ്റെ കൂടെ എല്ലാ യാത്രകളിലും ഉണ്ടാകുന്ന വിനോദ് ദാമോദരൻ, പിന്നെ ഫോട്ടോഗ്രാഫറായ അരുൺ വൈശാഖം. ഞങ്ങളങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ വേഗം കഴിഞ്ഞ് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റും കാത്തിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും മഴ നന്നായിട്ട് ശക്തി കൂടി. നല്ല അടിപൊളി മഴ. വിമാനം എല്ലാം നീങ്ങി തുടങ്ങി. ദൂരമായിട്ട് നമ്മൾ ആ ടെർമിനലിൻ്റെ വെളിച്ചെഴുത്തുകളൊക്കെ വെള്ളത്തുള്ളികൾക്കിടയിൽ കൂടി കാണുന്നുണ്ട്. അടിപൊളിയായിരുന്നു ആ കാഴ്ച. അപ്പോൾ നമ്മുടെ വിമാനം എല്ലാം പറന്നു പൊങ്ങിയിട്ടുണ്ട്. താഴെ എറണാകുളം നഗരം വെളിച്ചത്തിൽ കുളിച്ചു കിടക്കണ ഗംഭീര കാഴ്ച കാണാം. അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തിയിട്ടുണ്ട്. 3 മണിക്കൂറായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ട്. ഡൽഹിയിൽ നിന്ന് ഋഷികേശിലേക്കാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടിക്കറ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അവസാന നിമിഷം ടിക്കറ്റ് ഉറപ്പാകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നോക്കാം എന്തായാലും. അപ്പോൾ ഞങ്ങൾ താഴെ വിമാനം ഇറങ്ങി ഫ്ലൈറ്റ് ബോർഡ് മാറ്റിയപ്പോൾ ആ ഞെട്ടിക്കണ സന്ദേശം എത്തി. ഋഷികേശിലേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയില്ല, ക്യാൻസലായി. ഇനി വേറെ വഴി നോക്കണം ഋഷികേശ് എത്താൻ. അവിടെയാണ് താമസിക്കാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിൽ ഇരുന്ന് തപ്പി ഋഷികേശിലേക്ക് എങ്ങനെയൊക്കെ 3 സ്ലീപ്പർ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാലത്ത് 5 മണിക്കാണ് ബസ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിൽ കയറി ബസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു. ആ ടാക്സിക്കാരനാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പലപ്പോഴും വണ്ടി അയാളുടെ കയ്യിൽ നിന്ന് പാളുണ്ടായിരുന്നു. ഞങ്ങളയാളെ തട്ടി വിളിക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ നഗരത്തിൽ എത്തിപ്പിച്ചു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അവസാന നിമിഷമാണ് ഋഷികേശിലേക്കുള്ള ബസ്സിൽ കയറി പറ്റിയത്. ഉച്ചയോടെ ഹരിദ്വാർ എത്തി. നമുക്കിവിടെ ഗംഗാനദി നിറഞ്ഞൊഴുകണ കാഴ്ചയൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരം ഒരു 3 മണിയോടെ ഋഷികേശിന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് ഹൈവേയിൽ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഋഷികേശിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് മറക്കാനേ പറ്റില്ല. അതിഭയങ്കര ബ്ലോക്ക് കാരണം ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. കഠിനമായ വെയിലും കൊണ്ടിട്ട് കുറേ നേരം ഹൈവേയുടെ ഓരത്തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ കിട്ടിയൊരു ഓട്ടോയിൽ കയറിയിട്ട് 5 കിലോമീറ്റർ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. പിന്നെ ബാക്കി ദൂരം മുഴുവൻ ഭാരമുള്ള 2 ബാഗുകൾ തൂക്കി നടന്നു. ഋഷികേശിലെ മനോഹരമായ സായാഹ്നം പോലും ആസ്വദിക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും റൂമിലെത്തി ഒന്ന് കിടന്നാൽ മതി എന്നായി. അവസാനം ഋഷികേശിലെ ഇടുങ്ങിയ തെരുവിൽ കൂടി നടന്ന് ഞങ്ങൾ ഹോട്ടൽ സരസ്വതി കുഞ്ചിലെത്തി. നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. അന്ന് രാത്രി അവിടെ വിശ്രമം.
പിറ്റേന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ഗോപേശ്വറിനടുത്തുള്ള സാഗർ വില്ലേജിലേക്കാണ്. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ഒരുക്കി തന്ന ടാക്സി രാവിലെ തന്നെ ഞങ്ങളെ വിളിക്കാനായി എത്തി. ഒരു സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു വണ്ടി. ഡ്രൈവർ നിതിൻ ഭായി ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് വണ്ടി വെച്ചു. പിന്നെ വണ്ടി ഒരൊറ്റ വിടൽ. പോകുന്ന വഴികളിലെ പ്രയാഗുകളിലൊക്കെ ഒന്ന് നിർത്തിത്തരാൻ പറഞ്ഞെങ്കിലും നിതിൻ ഭായി ആകെ നിർത്തി തന്നത് ഈ ദേവപ്രയാഗിൽ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്ന ദേവപ്രയാഗ്. അളകനന്ദ നദിയും ഭഗീരഥി നദിയും ഇവിടെ വെച്ചാണ് ഒന്നായിട്ട് ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഞങ്ങൾ ഗോപേശ്വർ എന്ന പട്ടണത്തിലെത്തി. ഗോപേശ്വറിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള സാഗർ എന്ന ഗ്രാമമാണ് രുദ്രനാഥ് ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ്. സാഗറിലെ ലോഡ്ജിൽ ഞങ്ങൾ മുറിയെടുത്തു. ഇവിടെ നിന്ന് നോക്കിയാൽ ഹിമാലയ മലനിരകളുടെ മനോഹര കാഴ്ചകൾ മുന്നിൽ കാണാം. ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ താഴെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ചോറും രാജ്മ മസാലയും ചുട്ട പപ്പടവും പച്ചമുളകും. വിശന്ന് വന്നത് കാരണം ഭക്ഷണം വളരെ രുചികരമായി തോന്നി. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ അല്പം വിശ്രമിച്ചു. വൈകുന്നേരത്തോടെ രുദ്രനാഥിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് സാഗറിൽ നിന്ന് രുദ്രനാഥിലേക്കുള്ള പ്രവേശന കവാടം. അവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ പ്രവേശന ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 200 രൂപയാണ് ഫീസ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ സാഗർ ഗ്രാമത്തിൽ കൂടി ക്യാമറയായിട്ട് നടക്കാനിറങ്ങി. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അവിടെ ആയിട്ട് നിറയെ കാണാമായിരുന്നു. ഈ സാഗർ വില്ലേജ് കേദാർനാഥ് പോകുന്ന വഴിയിലായതുകൊണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങൾ ധാരാളം ഇതിൽ കൂടി കടന്നുപോകുന്നുണ്ട്. ഹിമാലയൻ ഗ്രാമങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റി നടന്നു. അങ്ങനെ പിറ്റേന്ന് പ്രഭാതം പുലർച്ചെ 6 മണി ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിക്കാൻ പോവാണ്. ലോഡ്ജ് ഉടമ ഓരോ ചായ ഉണ്ടാക്കി തന്നു. അതും കുടിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾ രുദ്രനാഥിക്കുള്ള ട്രക്കിങ് തുടങ്ങി. സാഗർ ഗ്രാമത്തിലെ വീടുകൾക്കിടയിൽ കൂടിയിട്ടാണ് ആദ്യം സഞ്ചരിച്ചത്. ഞങ്ങളുടെ ബാഗുകൾ ലോഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ കയ്യിലെടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ഗൈഡിൻ്റെയോ പോർട്ടർമാരുടെ സഹായമൊന്നും ഇല്ലാണ്ടാണ് മല കയറാൻ തീരുമാനിച്ചത്. ആവശ്യമുള്ളവർക്ക് ഗൈഡിനെ പോർട്ടർമാരെ ഇവിടുന്ന് വാടകയ്ക്ക് എടുക്കാം. വേണമെങ്കിൽ മുകളിലേക്ക് സഞ്ചരിക്കാൻ കുതിരകളെയും കിട്ടും. ഇതാ ഒരു വീട് കണ്ട. ഒരു പ്രത്യേകതരം പരന്ന കല്ലുകൊണ്ടാണ് ഈ വീടിൻ്റെ മേൽക്കൂര പണിതിരിക്കുന്നത്. വീടിൻ്റെ ജനലിനും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. പോണ വഴിക്കെല്ലാം നമുക്ക് ഇതുപോലെ ദിശ കാണിക്കണ ബോർഡുകൾ ധാരാളം കാണാൻ പറ്റും. 18 കിലോമീറ്റർ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. വഴിനീളം ഇത്തരം ബോർഡുകളുള്ളതുകൊണ്ട് നമുക്ക് ഗൈഡിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ രുദ്രനാഥിൽ എത്തിച്ചേരാം. അങ്ങനെ സാഗർ ഗ്രാമത്തിലെ വീടുകൾ അവസാനിച്ചു. ഇപ്പോൾ അവരുടെ ധാന്യങ്ങൾ വിളയണ കൃഷിയിടങ്ങളിൽ കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അതും അവസാനിച്ചു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നീലാകാശവും അതിന് താഴെ ഹിമാലയ മലനിരകളും ദൂരെയായിട്ട് സാഗറും മറ്റ് ഗ്രാമങ്ങളൊക്കെ കാണാമായിരുന്നു. കഷ്ടിച്ച് 4 അടി വീതിയുള്ള വഴിയാണ്. ആദ്യത്തെ കുറച്ചു ദൂരം അത്ര വലിയ കയറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ നടക്കാൻ പറ്റി. അങ്ങനെ നടന്ന് ഞങ്ങൾ ആദ്യത്തെ ഇടത്താവളം എത്തി. ചന്ദ്രകോട്ടി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 2 ചായക്കടകൾ മാത്രമേ ഇവിടെയുള്ളൂ. വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഓരോ ചായ കുടിച്ചിട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. സരോജ എന്ന സ്ത്രീയും ഭർത്താവും നടത്തുന്നതാണ് ആ ചായക്കട.
അധികം വൈകാതെ ചായ എത്തി. ചുറ്റുമുള്ള മനോഹര ദൃശ്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് സമാധാനമായിട്ട് ചായ കുടിച്ചു. സരോജ ചേച്ചിയുടെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ അരുൺ വൈശാഖത്തിൻ്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. അവരുടെ 3-4 ക്ലോസപ്പുകൾ അരുൺ പകർത്തുന്നത് കണ്ടു. നടന്ന് ക്ഷീണിച്ചെത്തിയെടുക്ക് പൂക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം ജ്യൂസും അവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. ചായ കുടി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അവിടെയുള്ള അടുത്ത ചായക്കടക്കാരൻ ഒരു വ്ളോഗർ കൂടിയിട്ടാണ്. തീർത്ഥാടകരുടെ വീഡിയോകളൊക്കെ പകർത്തിയിട്ട് അദ്ദേഹം വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ചന്ദ്രകോട്ടയിൽ നിന്ന് അത്യാവശ്യം നല്ല കയറ്റങ്ങൾ ആരംഭിച്ചു. വൈകുന്നേരം മുകളിലേക്ക് സാധനങ്ങൾ ചുമന്നുകൊണ്ടുവന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ കാണാമായിരുന്നു. നമുക്കൊരു ചെറിയ ബാഗ് കൊണ്ടുപോലും ഈ മല കയറാൻ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഇത്രയും ഭാരമൊക്കെ തൂക്കി മല കയറാൻ ഇവരെ സമ്മതിച്ചേ മതിയാവും. സാഗർ ഗ്രാമത്തിൽ നിന്ന് നടത്താരംഭിച്ചിട്ട് 3.5 കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ പുങ്ബുഗ്യാൽ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. മനോഹരമായ ഒരു പുൽമേടാണ് ഇവിടെ. ഒരേ ഒരു ചായക്കട മാത്രമേ പുങ്ബുഗ്യാലിലുള്ളൂ. സമയം രാവിലെ 8 മണിയാവണു. എന്തായാലും ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ചായക്കടകളും താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഓരോ നീർച്ചാലുകളോട് ചേർത്തിട്ടാണ്. ട്രക്കിംഗ് നടത്തുന്ന നിരവധി യാത്രികർ ഇവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചെറിയ ടോയ്ലറ്റ് സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടുത്തെ ദേശീയ ഭക്ഷണമായ ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. ഷെഡിനുള്ളിൽ നല്ല പുക ചുറ്റിക്കൊണ്ടിരിക്കുന്ന കാരണം കണ്ണെറിഞ്ഞിട്ട് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. ആലു പൊറോട്ടയും നെല്ലിക്കച്ചാറും ചായ എത്തി. വെയിൽ പരന്നുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. സുഖകരമായ അന്തരീക്ഷത്തിൽ പുൽമേട്ടിലിടുന്ന ഭക്ഷണം ഒരു നല്ല അനുഭവമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങി. വഴി ചെറിയ ചെറിയ നീർച്ചാലുകൾ കടന്നിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉരുളം പാറക്കല്ലുകളുടെ ഇടയിൽ കൂടി ഒഴുകുന്ന നല്ല തെളിഞ്ഞ വെള്ളം. നിറയെ പേര് കുതിരപ്പുറത്തും കയറിപ്പോണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടന്നു പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും കുതിരപ്പുറത്ത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത വിശ്രമ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അല്പം കൗതുകമുള്ളതാണ്. ഗിംഗിമ പാനി. ചായ, ഭക്ഷണം തുടങ്ങിയവയൊക്കെ ലഭിക്കുന്ന ഒരു കടയുണ്ട് ഇവിടെ. ചോലയിലിട്ടിരിക്കുന്ന പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാനുള്ള സൗകര്യമുണ്ട്. ചായ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് കൂറ്റൻ തണൽ മരങ്ങളുടെ ചോട്ടിലിരുന്ന് അല്പനേരം വിശ്രമിക്കുകയും ചെയ്യാം. നല്ല ഫിൽറ്റർ ചെയ്ത പോലുള്ള തണുത്ത വെള്ളം ഞങ്ങൾ ബോട്ടിൽ നിറച്ചു. തുടർന്നൊരു ചായയെ കുടിച്ച് അല്പനേരം വിശ്രമിച്ച ശേഷം വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി. വഴുന്നുകളുടെ തണൽ മരങ്ങൾ നിറയെ ഉള്ളതുകൊണ്ട് വെയിലിൻ്റെ ആഘാതമൊക്കെ കുറച്ച് കുറവായിരുന്നു. കുറച്ചു നേരം പോയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വഴിയിൽ തടസ്സമുണ്ടാക്കി കിടക്കുന്ന 2 പശുക്കൾ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കുറേ നേരം ആലോചിച്ചു. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് അരുണിനെ മുന്നോട്ട് വിട്ട് എന്താകുന്നു നോക്കി നിന്നു. പാവം പശുക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കേണ്ടത് പോലുമില്ല. ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ പാതയിൽ 3ാമത്തെ വിശ്രമ സ്ഥലമെത്തി. കൽച്ചന്ദ് ബുഗ്യാൽ എന്നാണ് പേര്. ഇതും ഒരു നീർച്ചോലയുള്ള സ്ഥലം നോക്കിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ കൽച്ചന്ദ് ബുഗ്യാലിൽ നിന്നില്ല, വീണ്ടും മുന്നോട്ട് നടത്താം. കടിഞ്ഞോയ കയറ്റങ്ങളൊക്കെ നമ്മുടെ കാലിനെ ഒന്ന് തളർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും എതിരെ വരുന്ന തീർത്ഥാടകരുടെ ഹർ ഹർ മഹാദേവ് വിളികൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഊർജ്ജം കൊണ്ട് കയറും.
അതികഠിനമായ കയറ്റങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങൾ അവശരായിട്ട് അടുത്ത വിശ്രമ സ്ഥലത്തെത്തുമ്പോൾ 2 മണി. മൗലി കടക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും മറ്റും ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ മല കയറുന്ന യാത്രികരിൽ പലരും ഇവിടെയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം മാത്രം ശേഖരിച്ച് അടുത്ത കേന്ദ്രമായ ലൂട്ടി ബുഗ്യാലിക്ക് യാത്രയായി. അവിടെ നിന്ന് നല്ല കയറ്റമായിരുന്നു. കയറ്റം പറഞ്ഞാൽ അമ്മാതിരി കയറ്റം. കാലുകളെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലൂട്ടി ബുഗ്യാലെത്തി. മനോഹരമായി താഴ്വരയായിരുന്നു ലൂട്ടി ബുഗ്യാൽ. താമസിക്കാൻ നിറയെ ടെൻറ്റുകളും ഇവിടെ കാണാം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും വെയിലൊക്കെ മറിഞ്ഞ് കോട ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കണം. രുദ്രനാഥ് യാത്രയ്ക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ സാഗറിൽ നിന്ന് തന്നെ നിങ്ങൾ ലൂട്ടി ബുഗ്യാലിലോ അല്ലെങ്കിൽ ഇതിന് ശേഷം വരുന്ന പനാർ ബുഗ്യാലിലോ ടെൻറ്റുകൾ ബുക്ക് ചെയ്യണം. നല്ല തിരക്കുണ്ടെങ്കിൽ താമസ സൗകര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാത്റൂമുകൾ വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും മഴയും മഞ്ഞൊന്നും കൊള്ളാതെ നമുക്ക് സമാധാനമായി ഉറങ്ങാം. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കിട്ടിയ പോലുള്ളൊരു പണി കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ലൂട്ടിയിൽ നിന്ന് കിട്ടിയ വേവാത്ത ചോറും ചവച്ചരച്ച് ഞങ്ങൾ ഇന്ന് രാത്രി താമസിക്കാൻ ഉദ്ദേശിക്കണം പനാർ ബുഗ്യാലിക്ക് മല കയറി തുടങ്ങി. ആകാശം മുട്ട നീണ്ടു കിടക്കണ ആ മല കയറണത് ഭയങ്കര തന്നെ. അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള വിനോദ് ദാമോദരന് കടിഞ്ഞായ മുട്ടുവേനി. മുകളിൽ നിന്ന് കടിഞ്ഞായിട്ട് കോട ഇറങ്ങണ്ടായിരുന്നു. വളരെ സാവധാനം കൂറ്റം കല്ലുകളിലുള്ള പാതയിൽ കൂടി കയറിക്കൊണ്ടിരുന്നു. പനാർ ബുഗ്യാലെത്താൻ 5:30 മണിയായി. അതിമനോഹരമായ പുൽമേടായിരുന്നു പനാർ ബുഗ്യാൽ. പക്ഷേ ആ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. പനാർ ബുഗ്യാലിൽ താമസിക്കാൻ ടെൻറ്റുകളിൽ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. ഒരു ചായക്കടയിൽ അടുപ്പിൻ്റെ അരികത്ത് രാത്രി ഇരുന്നെങ്കിലും കഴിച്ചു കൂട്ടാൻ കഴിയുമെന്ന് നോക്കിയെങ്കിലും ഒരാളാണെങ്കിൽ നോക്കാൻ പറഞ്ഞു. 3 പേർക്കുള്ള സ്ഥലവുമില്ല. കഠിനമായ തണുപ്പ് തുടങ്ങി. നല്ല മഞ്ഞും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ നിന്നു. ഇവിടം വിട്ടാൽ പിന്നെ രുദ്രനാഥ് വരെ താമസത്തിനോ ഭക്ഷണത്തിനോ ഒരു സൗകര്യവുമില്ല. ആകെയുള്ളത് 2 വഴിയാണ്. ഒന്നുകിൽ ഇവിടെ നിന്ന് 7 കിലോമീറ്റർ രാത്രി നടന്ന് രുദ്രനാഥിലെത്തണം, അല്ലെങ്കിൽ ഈ കയറി വന്ന അതിഭയങ്കരമായ കയറ്റം തിരിച്ചിറങ്ങിയിട്ട് ലൂട്ടി ബുഗ്യാൽ പോയി ടെൻറ്റുകളുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ തളർന്ന കാലുകളും വെച്ച് അത്ര ദൂരം തിരിച്ചിറങ്ങുന്നത് ഒന്ന് ആലോചിക്കാൻ പോലും വയ്യ. ഞങ്ങൾ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കുറേ നേരം അവിടെ അന്തിച്ചങ്ങോട്ട് നിന്നു.